നമ്മളുടെ ഭാഗവത കുടുംബത്തില് തുടക്കം മുതൽ തന്നെ സജീവമായിട്ട് ഉപാസനയിലും അതുപോലെ എല്ലാ സത്സംഗങ്ങളിലും പ്രഭാഷണങ്ങളായിട്ടും വായനയായിട്ടും കീർത്തനങ്ങളായിട്ടും ഒക്കെ ഉള്ള ആളാണ് വിജയലക്ഷ്മി ചേച്ചിയാണ്. തിരുവനന്തപുരത്തുള്ള വിജയലക്ഷ്മി ചേച്ചിയാണ് ഇപ്പൊ നമുക്ക് പഞ്ചമസ്കന്ധത്തില് 9ാമത്തെ അധ്യായം അത് രാവിലെ പറയേണ്ടതായിരുന്നു. ഇപ്പോ ഉച്ചയ്ക്ക് ശേഷമാണ് സൗകര്യം. അപ്പൊ പിന്നെ ആ ഒരു സമയത്തിൽ മാറ്റി ഇപ്പം ഭദ്രകാളിയുടെ പാദുർഭാവം പറയുവാൻ വേണ്ടിയിട്ട് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവത നവാഹയജ്ഞത്തിന്റെ 3ാം ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള 2ാമത്തെ പ്രഭാഷണത്തിനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. തിരുമേനി നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുചരണാരവിന്ദാഭ്യാം നമോ നമഃ. സൂരീന്ദുകോടി വിലസദ്മകുടാം ഗദാദി ഭൂഷാസഹസ്രപരിമണ്ഡിത ദിവ്യഗാത്രം ഭോഗീന്ദ്രഭോഗശയനം രമഭൂസമേതം ശ്രീപത്മനാഭമനിശം ഹൃദി ഭാവയാമി. ശ്രീപത്മനാഭമനിശം ഹൃദി ഭാവയാമി. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തിരുമേനിയുടെ സ്മരണാർത്ഥമാണ് നമ്മളിപ്പോൾ ഇവിടെ ശ്രീമദ് ഭാഗവതം നവാഹയജ്ഞമായിട്ട് ഇവിടെ നടത്തുന്നത്. ആ മള്ളിയൂർ തിരുമേനിയെ ഞാൻ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നു, സ്മരിക്കുന്നു. ആ മഹാഗുരുനാഥന്റെ സപ്താഹങ്ങള് തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ വെച്ച് നടത്തിയപ്പോഴൊക്കെ അത് കേൾക്കാനായിട്ടുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നീട് പുത്തരിക്കണ്ടത്ത് വെച്ച് ആ ഭാഗവത സത്രം നടന്നപ്പോൾ 2021 ഭാഗവത സത്രം തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടത്ത് വെച്ച് നടന്നത്. അന്ന് മള്ളിയൂർ തിരുമേനിയാണ് അവിടെ ധ്വജാരോഹണം നടത്തിയത്. അപ്പോൾ ധ്വജാരോഹണം നടത്തിയപ്പോൾ മള്ളിയൂർ തിരുമേനിയുടെ തൊട്ടടുത്ത് ഞാനിങ്ങനെ ഒരു ഫോട്ടോ നമ്മുടെ പത്രത്തിലൊക്കെ വന്നു. നമ്മുടെ ഹിന്ദു പത്രത്തിലൊക്കെ ഞാനിങ്ങനെ തിരുമേനിയുടെ അടുത്ത് ഇങ്ങനെ തിരുമേനി ധ്വജാരോഹണം നടത്തുന്നു. അപ്പൊ ഞാനിങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പേപ്പറിലൊക്കെ വന്നപ്പോൾ ആ പേപ്പർ കട്ടിങ് എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് തിരുമേനിയുടെ അനുഗ്രഹ പ്രഭാഷണവും ഒക്കെ കേൾക്കാനായിട്ട് എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ആ തിരുമേനിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ഭാഗവതം കയ്യിലെടുക്കാനും അത് ഒരു അല്പമെങ്കിലും ഒക്കെ വായിക്കാനും ഒക്കെ തുടങ്ങിയത്. ഇപ്പൊ 93 തിരുമേനി ആറ്റുകാലിൽ വന്നത്. അപ്പോൾ അന്ന് അവിടെ വെച്ച് എല്ലാവരും കൊണ്ടും ഇങ്ങനെ നാരായണ 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 മന്ത്രം ഇത്രയും പ്രാവശ്യം ചൊല്ലുന്ന ഒരു തിരുമേനി ഒരു സപ്താഹത്തിൽ ഒരു യജ്ഞാചാര്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ പരമ്പരയായിട്ട് തന്നെ നമ്മുടെ മനു തിരുമേനിയും നമ്മളെ കൊണ്ട് ഈ നാരായണ മന്ത്രം രാവിലെ ചൊല്ലിക്കാറുണ്ട്. അപ്പോൾ ആ മള്ളിയൂർ തിരുമേനിയെ സ്മരിക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല. അപ്പം ഭാഗവതം കയ്യിലെടുത്താല് തിരുമേനിയാണ് എൻ്റെ മനസ്സിൽ ഓടി വരിക. അപ്പം തിരുമേനി നമ്മളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ആ ഭാഗവത ഈ നവാഹം യജ്ഞത്തിലെ യജ്ഞാചാര്യനായിട്ട് വ്യാസപീഠം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മനു തിരുമേനി ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരി തിരുമേനിയുടെ പാദകമലങ്ങളിലും അതുപോലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മുതിർന്ന അമ്മമാരോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, ഇവിടെ ഇരിക്കാത്തവർക്കും ഇത് ഇനിയും കേൾക്കാമല്ലോ, അപ്പൊ എല്ലാവരുടെയും പാദങ്ങളിൽ ഞാൻ വിനീതമായിട്ട് നമസ്കരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഗുരുനാഥന്റെയൊക്കെ അനുഗ്രഹം കൊണ്ടും എനിക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം അതിലെ 9ാമത്തെ അധ്യായമാണ്. അതില് ജഡഭരതനെ
സാക്ഷാൽ ജഗദംബികയായിട്ടുള്ള ശ്രീ ഭദ്രകാളി അനുഗ്രഹിച്ച കഥയാണ് ഇതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. ഭദ്രകാളി പ്രാദുർഭാവമാണ്. അതാണ് ഇവിടെ ഇതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു അധ്യായമാണിത്. ജഡഭരതൻ ആരാണ്? ഭരതന്റെ മൂന്നാമത്തെ ജന്മമാണ്. ഈ ഭരതൻ ആരാണ്? നേരത്തെ ഉള്ള പ്രഭാഷക നളിനീജി അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അല്ലെ. ആ മനുവിന്റെ, സ്വയംഭൂ മനുവിന്റെ മൂത്തപുത്രനാണ് പ്രിയവ്രതൻ. ആ പ്രിയവ്രതന്റെ പുത്രനാണ് അഗ്നീന്ദ്രൻ. ആ അഗ്നീന്ദ്രന്റെ പുത്രനാണ് നാഭി. ആ നാഭി മേരുദേവിയാണ് വിവാഹം കഴിച്ചത്. മേരുദേവിയിലുണ്ടായ പുത്രനാണ് ഋഷഭദേവൻ. അത് ഭഗവാന്റെ തന്നെ അംശാവതാരമായിരുന്നു. ആ ഋഷഭദേവന് 100 പുത്രന്മാരാണ്. അതിൽ മൂത്ത പുത്രനാണ് ഈ ഭരതൻ. ഈ ഭരതന് ഋഷഭദേവൻ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ ഭരതൻ ചക്രവർത്തിയായി. ഭരതൻ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് നമ്മുടെ ഈ ഭൂഖണ്ഡത്തിന് ഭാരതം എന്നുള്ള പേര് കിട്ടിയത്. അതുവരെ അജനാഭ വർഷം എന്നായിരുന്നു പേര്. വളരെ അതിസമർത്ഥനായിട്ടുള്ള രാജാവായിരുന്നു ഭരതൻ. വളരെ കാലം രാജ്യം ഭരിച്ചതിന് ശേഷം തന്റെ മക്കൾക്ക് ആ രാജ്യമെല്ലാം തുല്യമായിട്ട് വീതിച്ചു കൊടുത്തതിന് ശേഷം ആ കിരീടവും ചെങ്കോലും ചക്രവർത്തി പദവും എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടില് സന്യസിക്കാനായിട്ടാണ് പോയത്. അപ്പൊ മരവുരി ധരിച്ചു. അങ്ങനെ കാട്ടില് ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് പോയി. ഗണ്ഡകി നദിയുടെ തീരത്ത് ഒരു പർണശാലയൊക്കെ കെട്ടി അവിടെയാണ് തപസ് ചെയ്തിരുന്നത്. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വര ധ്യാന ജപാദികളിലൊക്കെ 24 മണിക്കൂർ എപ്പോഴും ധ്യാന ജപാദികളിൽ മുഴുകിയാണ് ഭരതൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു മാൻ, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു മാൻ വെള്ളം കുടിക്കാൻ വരുന്നതും അപ്പോൾ ഒരു സിംഹത്തിന്റെ അലർച്ച കേട്ടിട്ട് ഈ മാൻ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നതും ആ ചാട്ടത്തിൽ തന്നെ പ്രസവിച്ച ആ മാൻകുട്ടി ആ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ പിടയുന്നത് ഭരതൻ കണ്ടു. ഈ മാനാണെങ്കിൽ അങ്ങ് ചത്തുപോവുകയും ചെയ്തു. അപ്പോൾ ഭരതന്, മഹാത്മാക്കളൊക്കെ വളരെ ദയാലുക്കളാണല്ലോ, ആ ഭരതൻ ഓടിച്ചെന്ന് ആ മാനിനെ എടുത്തുകൊണ്ട് വന്നു. അതിനെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചു. പിന്നെ അതിനെ തീറ്റിപ്പോറ്റുക, അതിന്റെ കൂടെ നടക്കുക, അതിനെ കളിപ്പിക്കുക, കുളിപ്പിക്കുക, അങ്ങനെ ആ മാൻകുട്ടിയുമായിട്ട് വളരെയധികം അടുത്തു. ഇപ്പോൾ ധ്യാന ജപാദികളൊക്കെ വളരെ നാമാവിശേഷമായി. വളരെ കുറച്ച് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ഈ ധ്യാനിക്കാനിരിക്കുമ്പോഴെല്ലാം ഈ മാൻകുട്ടി വന്ന് മടിയിലിരിക്കും, അല്ലെങ്കിൽ തൊട്ടുരുമി നിൽക്കും. അങ്ങനെ എപ്പോഴും ആ മാനിനെ കുറിച്ചുള്ള ചിന്തയായി. അങ്ങനെ പ്രയാണകാലം അടുത്തപ്പോൾ ആ മാനിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു. അങ്ങനെ ദേഹം ഉപേക്ഷിച്ചു. അപ്പോഴും അടുത്ത ജന്മം ഇതാ മാൻകുട്ടിയായിട്ട് ജനിക്കുകയാണ് അല്ലെ. നമ്മുടെ ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നല്ലോ, അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം പ്രയാതി സമദ്ഭാവം യാന്തി നാത്യസ്ത്ര സംശയ. അല്ലെ, അവസാന കാലം നമ്മൾ ആരെയാണോ ചിന്തിക്കുന്നത്, ഭഗവാനെ ചിന്തിച്ചാൽ നമുക്ക് ഭഗവാനിൽ ചെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഭാഗവതം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇവിടെ മാനിനെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് മാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വന്നു. ഈ മാനായിട്ട് ജനിച്ചിട്ടും മറ്റു മാൻകൂട്ടങ്ങളുടെ കൂടെ ഒന്നും പോയില്ല. ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്. ഏതെങ്കിലും ആശ്രമ പരിസരത്തൊക്കെ ചെന്ന് നിന്നിട്ട് അവർ ചൊല്ലുന്ന മന്ത്രജപാദികളൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ നടന്നു. ഈ മാനിനൊക്കെ ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, 10-12 വർഷമാകുമ്പോൾ മാനിന്റെ ആയുസ് കഴിയും. അങ്ങനെ ആ മാൻ മരിച്ചു. ഇപ്പോഴിതാ അടുത്ത ജന്മമാണ് ഇവിടെ എനിക്ക് പറയാനുള്ള. അങ്കിരസ മഹർഷിയുടെ ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്, ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ഈ വീണ്ടും ഭരതൻ ജനിച്ചത്. അപ്പോൾ ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ അല്ലെ, യോഗഭ്രഷ്ടോഭി സുജീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭി ജായതേ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു, അത് എത്തിയില്ല. വഴിയിൽ വെച്ച് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ആ ജീവൻ എന്താണ് ഒരു ഗതി എന്ന് അർജുനൻ ചോദിക്കുമ്പോൾ അവരെ പിന്നെ കല്യാണകൃത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ അവര് പിന്നെ നല്ല ബ്രാഹ്മണ ശ്രേഷ്ഠരായിട്ടുള്ള കുടുംബങ്ങളിലെ യോഗികളുടെയൊക്കെ കുടുംബത്തിൽ പോയി ജനിക്കാനായിട്ട് ഇടവരും. അവിടെ നിന്നുകൊണ്ട് അവര് വീണ്ടും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇവിടെയും ഇതാ
ആ അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കുടുംബത്തിലാണ് ജനിച്ചത്. ഗോത്രം എന്ന് പറഞ്ഞാല് നമ്മൾ സപ്തർഷികളുടെ ആ പരമ്പരയ്ക്കാണ് ഗോത്രം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഏതൊക്കെയോ ഗോത്രത്തിൽ നിന്ന് വന്നവരായിരിക്കണം. അപ്പോൾ അങ്ങനെ ഈ കുട്ടിക്കാണെങ്കിലോ ഈ ഈ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനാണെങ്കിലോ 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. മൂത്ത ഭാര്യയ്ക്ക് 9 മക്കളും രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അതിൽ ആൺകുട്ടിയായിട്ടാണ് ഈ ഭരതൻ വീണ്ടും ജനിച്ചത്. പക്ഷെ ജനിച്ചപ്പോൾ തന്നെ ആരോടും സംസാരിച്ചില്ല, അച്ഛ അമ്മ എന്ന് പോലും വിളിച്ചില്ല. കാരണം സംഘം ഉണ്ടായാല് കഴിഞ്ഞ കാലത്തെ പോലെ സംഭവിക്കുമല്ലോ. അപ്പൊ ആ ഓർമ്മകൾ ഉള്ളത് കൊണ്ട് ആരോടും ഒന്നും മിണ്ടാതെ സംസാരിച്ചില്ല. അങ്ങനെ അങ്ങ് നടന്നു. അച്ഛനാണെങ്കിൽ ഉപനയനാദി കർമ്മങ്ങളെല്ലാം ചെയ്യിച്ചു. പിന്നെ ഗായത്രി മന്ത്രം ഉപദേശിച്ചു. 4 മാസമാണ് ഈ കുട്ടിക്ക് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. എന്നിട്ടും ഒരക്ഷരം പോലും തിരിച്ചു ഉരിയാടിയില്ല. അതിലെ വ്യാകൃതികൾ പോലും ഈ കുട്ടി പറഞ്ഞില്ല. അപ്പൊ അച്ഛന് വല്ലാത്ത വിഷമം ഉണ്ടായി. ഇപ്പം വേദം പഠിക്കണം, ബ്രാഹ്മണരെല്ലാം വേദം പഠിക്കണം, വേദം പഠിച്ചാലേ നമുക്ക് ആ ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ കുട്ടിയാണെങ്കിലോ നല്ല ബ്രഹ്മ തേജസ്സുള്ള കുട്ടിയാണ്. പക്ഷെ ഈ അച്ഛൻ ഇത് അറിയില്ലല്ലോ, ഈ കുട്ടി ആരാണെന്നൊന്നും അറിയില്ലല്ലോ. എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഒരു യോഗിയാണ് ഈ കുട്ടിയെന്ന് ഈ അച്ഛൻ അറിയില്ല. പക്ഷെ ഈ കുട്ടി വേദം ഒന്നും പഠിക്കാത്തതിൽ അച്ഛന് വല്ലാത്ത വിഷമമുണ്ടായി. എന്നിട്ട് അച്ഛൻ മരിക്കുകയാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ആ ചിതയിൽ, പണ്ടത്തെ സതീധർമ്മം അനുസരിച്ചിട്ട് ആ ചിതയിൽ ചാടി അമ്മയും മരിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ പിന്നെ ജ്യേഷ്ഠന്മാർ ഈ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴും ആ കുട്ടി ഒന്നും പഠിക്കണില്ല. അപ്പൊ ഇത് മന്ദബുദ്ധിയാണെന്ന് കരുതിയിട്ട് ആ കുട്ടിയെ അങ്ങ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നെ അവര് പഠിപ്പിക്കാനൊന്നും അവര് തുനിഞ്ഞില്ല. പിന്നെ അങ്ങനെ അവനെ അവഗണിച്ചു. ആ കുട്ടിയാണെങ്കിലോ വീടിന് പുറത്തൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കും. ചിലരെല്ലാം വിളിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കും. ചിലര് ആ ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലും കൂലി കൊടുക്കും. ചിലര് ഭക്ഷണമൊക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഈ കുട്ടിയുടെ മഹത്വം മനസ്സിലാക്കാതെ ജനങ്ങൾ പൊട്ടാന്നും ഭ്രാന്താന്നും ഒക്കെയാണ് വിളിച്ചിരുന്നത്. അതിനനുസരിച്ച് തന്നെ ഭരതൻ പെരുമാറുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ നടപ്പും കിടപ്പും ശരീരപ്രകൃതിയും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സമയാസമയങ്ങളിൽ ആഹാരമില്ല, ഒരു ഭക്ഷണവും കഴിച്ചില്ല, എങ്കിലും നല്ല പുഷ്ടിയുള്ള ശരീരമായിരുന്നു. ഏത് കഠിനപ്പണിയും ചെയ്യാനായിട്ട് ഒരു മടിയുമില്ല. കിടപ്പൊക്കെ വെറും നിലത്താണ് കിടക്കുന്നത്. പിന്നെ ശരീരത്തിലാണെങ്കിലോ വസ്ത്രമില്ല, തേച്ചു കുളിയില്ല, എപ്പോഴും പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കും. അത് ഏതുപോലെയാണ് എന്ന് നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് നല്ല വിലപിടിപ്പുള്ള ഒരു രത്നം അത് ഒരു ചെളിയിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? അത് സാധാരണ ഒരു കല്ലാണെന്നല്ലേ വിചാരിക്കുള്ളൂ. അതുപോലെയാണ് ഈ ഭരതന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ബ്രഹ്മ തേജസ്സുള്ളൊരു കുട്ടിയായിരുന്നു ഇത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ പൂണൂൽ ധരിപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഇതൊരു ബ്രാഹ്മണ കുട്ടിയാണെന്ന് അവരെല്ലാവരും ധരിച്ചിരുന്നു. പക്ഷെ ബ്രാഹ്മണൻ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊന്നും ഈ കുട്ടി ചെയ്യണില്ല. അതുകൊണ്ട് അവരെന്ത് വിളിച്ചു? ബ്രഹ്മബന്ധു എന്നാണ് വിളിച്ചത്. ബ്രഹ്മബന്ധു ഇതി സപ്ഞയാ. അപ്പൊ ആ ബ്രഹ്മബന്ധു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് അറിയാമോ? ബ്രാഹ്മണ അധമൻ എന്നാണ് അർത്ഥം. അങ്ങനെ ഈ കുട്ടി എത്രയോ ഉന്നതനാണ്, എന്നിട്ടും ആ മഹത്വം മനസ്സിലാക്കാതെ, അതൊന്നും അവരറിയാതെ ഈ അജ്ഞാനികള് അധജ്ഞജന അവമതക അപമാനിച്ചു, പരിഹസിച്ചു. അതിലൊന്നും ഒരു അസഹ്യതയൊന്നും ഭരതൻ കാണിച്ചിരുന്നില്ല. അങ്ങനെ ആനന്ദത്തോട് തന്നെയാണ് നടന്നത്. പിന്നെ സ്വന്തം ജ്യേഷ്ഠന്മാര് തന്നെ പണിയടിപ്പിക്കാനായിട്ട് തുടങ്ങി, കൃഷിയൊക്കെ ചെയ്യിക്കാനായിട്ട് തുടങ്ങി. പാടം എങ്ങനെയാണോ, കൃഷിസ്ഥലങ്ങൾ ഉയർന്നതാണോ താഴ്ന്നതാണോ അത് സമനിരപ്പുള്ളതാണോ ഒന്നും നോക്കിയില്ല. പറയുന്ന ജോലി വളരെ കൃത്യമായിട്ട് നന്നായിട്ട് അങ്ങ് ചെയ്യും. പിന്നെ ആ ജോലിക്ക് കൂലിയായിട്ട് ഭക്ഷണമാണ് കൊടുക്കുന്നത്. ആ പിണ്ണാക്ക്, അതുപോലെ തന്നെ പുഴുവൊക്കെ കുത്തിയ ധാന്യങ്ങൾ കൊണ്ട് വേവിച്ച കറികള്, അതുപോലെ തന്നെ അടിയിൽ പിടിച്ച ചോറ്, അതൊക്കെയാണ് ഭരതന് കൊടുത്തിരുന്നത്. എന്ത് കിട്ടിയാലും ഭക്ഷിക്കും. പക്ഷി യോഗ്യമല്ലാത്തത് എന്ത് തന്നെ ആയിരുന്നാലും ഭക്ഷിക്കും. കാരണം തന്റെ ശരീരം നിലനിൽക്കണമല്ലോ. അല്ലാതെ ഇന്ദ്രിയങ്ങളുടെ ആ രുചിയല്ല നോക്കിയത്. അതിനൊന്നും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഇരിക്കെ ജ്യേഷ്ഠന്മാരെന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ ഭരതനെ പാടത്ത് കാവൽ നിൽക്കാനായിട്ട് നിയോഗിച്ചു. അതായത് കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാനായിട്ട് ഒരാൾ കാവൽ നിൽക്കണം. അങ്ങനെ ഭഗവാൻ കാവലിരിക്കാനായിട്ട് തീരുമാനിച്ചു. പകലും രാത്രിയും വെയിലും മഴയും മഞ്ഞും എല്ലാം കൊണ്ട് അങ്ങനെ കാവലിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ നാട്ടില് ഒരു പ്രഭുവിന്
കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരു മനുഷ്യനെ ഭദ്രകാളിക്ക് കുരുതി കൊടുക്കണം, ബലി കൊടുക്കണം. അങ്ങനെ ഒരു മനുഷ്യനെ അവർക്ക് കിട്ടി. അവര് ബലി കൊടുക്കാനായിട്ട് കാളീക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ബലി കൊടുക്കാനായിട്ട് പോയ സമയം തന്റെ പ്രാണൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഈ മനുഷ്യ ബലി എന്ത് ചെയ്തെന്നറിയാമോ? അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഓടി രക്ഷപ്പെട്ടപ്പോഴും അവര് പിറകെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് പാടത്ത് ഏകനായിട്ട് ഭരതൻ ഇരിക്കുന്നത് അവർ കണ്ടത്, ഈ ജഡഭരതൻ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ? ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്, നല്ല തടിമിടുക്കുമുണ്ട്. അപ്പൊ ഇവനെ ബലി കൊടുക്കാനായിട്ട് കിട്ടിയാൽ ഇവൻ നല്ല ലക്ഷണം തികഞ്ഞ ഒരു ശരീരമാണ്. തന്റെ പ്രഭുവിന് പ്രഭുവിന്റെ കാര്യം സാധിക്കാനായിട്ട് ഇവനെ കൊണ്ടുപോയി ബലി കൊടുത്താൽ സാധിക്കുമെന്ന് അവർ കരുതിയിട്ട് അവരെന്ത് ചെയ്തു എന്നറിയാമോ? ജഡഭരതനെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടി എന്നിട്ട് കാളീക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭരതനാണെങ്കിൽ ഒരക്ഷരം പോലും ഉരുകാടിയില്ല. തന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അവരോട് ചോദിച്ചില്ല, എന്തിനാണെന്ന് ഒന്നും ചോദിച്ചില്ല. അങ്ങനെ അവര് കാളീക്ഷേത്രത്തിൽ കൊണ്ടുചെന്നു ഭരതനെ കുളിപ്പിച്ചു, ജഡഭരതനെ കുളിപ്പിച്ചു. എന്നിട്ട് നല്ല വസ്ത്രമൊക്കെ ഉടുപ്പിച്ചു, വയറു നിറയെ ആഹാരം കൊടുത്തു. എന്നിട്ട് ആ ഭദ്രകാളിയുടെ മുന്നിലിരുത്തി. എന്നിട്ട് ആ കാളിദേവിക്ക് ധൂപം, ദീപം, മലര്, പഴം എല്ലാം നിവേദിച്ചു. എന്നിട്ട് ആ മഹാനുഭാവനായിട്ടുള്ള ആ ജഡഭരതന്റെ ആ തല വെട്ടാനായിട്ട്, തല വെട്ടി കാളിക്ക് തർപ്പണം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ പുരോഹിതൻ തയ്യാറായി. പുരോഹിതൻ നല്ല മൂർച്ചയുള്ള ഒരു വാളെടുത്തു, മന്ത്രം ജപിച്ചു. എന്നിട്ട് വാൾ ഓങ്ങിയതും ആ കാളി വിഗ്രഹത്തിൽ നിന്നും ആ ഒരു ബിംബം പിളർന്നിട്ട് ആ ഒരു ഭദ്രകാളിയായിട്ട് ദേവി അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. സഹസാ ഉച്ചചാട, ഈശ്വരനിൽ സർവം സമർപ്പിച്ച അവരെ രക്ഷിക്കാനായിട്ട് അമ്മയല്ലാതെ പിന്നെ ആരാണുള്ളത്? ആ ഭഗവത്ഭക്തന്മാരുടെ നേർക്ക് ആർക്കും ഒരു അതിക്രമവും ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രകൃതി അതിനെ അനുവദിക്കില്ല. തൻ്റെ മകനെ തൻ്റെ മുന്നിൽ വെച്ച് വധിക്കാനായിട്ട് ഏതെങ്കിലും അമ്മ അത് സഹിക്കുമോ? ആരും സഹിക്കില്ല. അങ്ങനെ ആ പരാശക്തി തന്നെ അതാ ഭദ്രകാളിയായിട്ട് ആ ഭദ്രകാളിയുടെ രൂപത്തിൽ ആ വിഗ്രഹത്തിൽ നിന്നും പുറത്തു ചാടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ വെട്ടാനൊരുങ്ങിയ ആ പുരോഹിതന്റെ കയ്യിൽ നിന്നും വാളിനെ തട്ടിപ്പറിച്ചിട്ട് ആ പുരോഹിതന്റെ തല തന്നെ ആദ്യം വെട്ടി. വാളെടുത്തവൻ വാളാൽ എന്നൊരു ചൊല്ലുണ്ടല്ലോ, അങ്ങനെ ആ പുരോഹിതന്റെ തല വെട്ടി. എന്നിട്ട് അവിടെ നോക്കി നിന്ന മഹാപാപികളായിട്ടുള്ള എല്ലാ ദുഷ്ടന്മാരുടെയും തലവെട്ടി, ആ പ്രഭുവിന്റെ തലവെട്ടി. അവരുടെ കഴുത്തിൽ നിന്നും ഒഴുകുന്ന ആ ചുടു രക്തം അങ്ങനെ പാനം ചെയ്തു. എന്നിട്ട് ഭദ്രകാളിയോടൊപ്പം ധാരാളം കൂളികളും ഉണ്ടായിരുന്നു. അങ്ങനെ പരിവാരങ്ങളെല്ലാവരുമായിട്ട് ആ രക്തം അങ്ങോട്ട് പാനം ചെയ്തു. എന്നിട്ട് അവരുടെ തലയെടുത്ത് അങ്ങനെ പന്ത് പോലെ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടി കളിച്ചു. എന്നിട്ടോ നനർത്തച, നൃത്തം വച്ചു, പാട്ടുപാടി ആടി രസിച്ചു. എന്നിട്ട് ആ ഭദ്രകാളി അങ്ങനെ താണ്ഡവ നൃത്തം നടത്തുകയാണ്. ഭരതനാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ടും ഒരു ഭയവുമില്ല, ഒരു അത്ഭുതവും തോന്നിയില്ല. ഈ ശരീരം എപ്പോഴാണെങ്കിലും വീഴേണ്ടതാണ്, അത് എങ്ങനെ വീണാലും ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് മഹാത്മാക്കള്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിനെയും ഒരു ഭയമില്ല. ഇനിയിപ്പം ഒരു സന്ദേശം ശ്രീ ശുകമഹർഷി നമുക്ക് തരികയാണ്. അതെല്ലാവരും അടിവരയിട്ട് പഠിക്കേണ്ട ഒരു ഇതാണ്. അതായത് നമ്മുടെ 19ാമത്തെ ശ്ലോകമാണ്. ചില പുസ്തകത്തിൽ 21ാമത്തെ ശ്ലോകമായിട്ടാണ് കാണുന്നത്. ഏവമേവ ഖലു മഹദഭിചാരാധിക്രമഃ കാസ്നേനാത്മനി ഫലതി. മഹാത്മാക്കളോട് ആരെങ്കിലും അതിക്രമം കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഫലം ആരനുഭവിക്കും? കാൽസ്നേന, അത് പൂർണ്ണമായിട്ടും ആത്മനേ ഫലതി, അവരവര് തന്നെ അനുഭവിക്കും. ഇത് അല്ലെ, മഹാത്മാക്കളുടെ നേരെ ആരും ഒരു ദുഷ്ടതയും ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ എന്തെങ്കിലും ദോഷം ചെയ്താൽ അത് ചെയ്യുന്നവർക്ക് തന്നെ അത് തിരിച്ചടിക്കും, അത് ലഭിക്കും. മഹാത്മാക്കളെ ഉപദ്രവിക്കാനോ നിന്ദിക്കാനോ ആരും തുനിയരുത്. ഒരു വാക്കുകൊണ്ട് പോലും നമ്മള് അവരോട് ഒരിക്കലും നമ്മൾ ദേഷിക്കുകയോ കലഹിക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. മഹാത്മാക്കളെ രക്ഷിക്കാൻ ആരുണ്ട്? അവരെ രക്ഷിക്കുന്നത് ഈശ്വരനാണ്. അങ്ങനെ ഭരതനെ കൊല്ലാൻ പുറപ്പെട്ട ആ ആളുകളെ മാത്രമല്ല, ആ വംശം മുഴുവനും തന്നെ ദേവി മുടിച്ചു. ഇത് നമുക്കൊരു പാഠമാണ്.
ഈ നമ്മളെയൊക്കെ ആരാണ് രക്ഷിക്കുന്നത് അല്ലെ? ഭഗവത് ഭക്തന്മാരെ ആരാണ് രക്ഷിക്കുന്നത്? 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സാക്ഷാൽ ഭഗവതാ പരിരക്ഷ്യമാണാനാം. ഭഗവാനാണ് നമ്മളെയൊക്കെ രക്ഷിക്കുന്നത്. തന്റെ ഭക്തന്മാർക്ക് കാവൽ നിൽക്കുന്നത് ഭഗവാനാണ്. കയ്യിൽ സുദർശന ചക്രവും പിടിച്ചിട്ട് കണ്ണടയ്ക്കാതെ കാത്തു രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. തൈതൈ ഭാവൈഹി പരിരക്ഷ്യമാണാനാം. ഇത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട ഒരു വരിയാണ്. അതായത് ഏത് ഭാവത്തിലാണോ ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നത്, ഏതേത് ഭാവത്തിലാണോ രക്ഷിക്കപ്പെടേണ്ടത്, അതാത് ഭാവത്തിൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഭഗവാൻ എപ്പോഴും ഇന്ന രൂപത്തിൽ വരും എന്നില്ല. ഏത് രൂപം വേണമെങ്കിലും ഭഗവാൻ സ്വീകരിക്കും അല്ലെ? ആ മന്ദരപർവ്വതം പാലാഴി കടഞ്ഞപ്പോൾ മന്ദരപർവ്വതം താന്നു പോയപ്പോൾ ഭഗവാൻ എന്തായി വന്നു? കൂർമ്മമായിട്ട് വന്നില്ലേ? പിന്നെയോ ഇവിടെ ഇപ്പം ജഡഭരതനെ പിന്നെ വേദങ്ങളെല്ലാം ഹയഗ്രീവൻ എടുത്തുകൊണ്ട് പോയപ്പോൾ ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചില്ലേ? ഇവിടെ ജഡഭരതനെ രക്ഷിക്കാൻ ഭഗവാൻ ഭദ്രകാളിയായിട്ടാണ് വന്നത്. പ്രഹ്ലാദനെ രക്ഷിക്കാനോ നരസിംഹമായിട്ടാണ് വന്നത്. നമ്മുടെ അംബരീഷ ചരിതത്തില് അംബരീഷനെ രക്ഷിക്കാനോ സുദർശന ചക്രമായിട്ടാണ് വന്നത് അല്ലെ? ആ ദുർവാസാവ് മഹർഷി തന്റെ ജഡ പിടിച്ചടിച്ച് ഒരു കൃത്തികയെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ കൃത്തികയെ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ സുദർശന ചക്രമായിട്ട് വന്ന് ആ കൃത്തികയെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ദുർവാസാവിനെ 14 ലോകങ്ങളിലും ഇട്ട് ഓട്ടിച്ചു. പക്ഷേ തന്റെ ഭക്തനായിട്ടുള്ള അംബരീഷനാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ടും ആ വച്ച കാല ഒന്ന് അനക്കിയത് പോലും ഇല്ല. പിന്നെ പദാച്ച കമ്പേ എന്നാണ് പറഞ്ഞേക്കുന്നത്. പദം ഒന്ന് ചലിപ്പിക്കുക പോലും ചെയ്തില്ല. കാരണം തന്നെ രക്ഷിക്കാൻ ആരുണ്ട്? ഭഗവാനുണ്ട്. അതേ ധൈര്യമാണ് ഇവിടെ പരമഹംസ ഭാഗവതോത്തമനായിട്ടുള്ള ജഡഭരതനും നമുക്ക് കാണിച്ചു തരുന്നത്. എന്ത് വന്നാലും ഒരു കുലുക്കവുമില്ല അല്ലെ? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്ന് പറയില്ലേ? അതാണ് മഹാത്മാക്കളുടെ ലക്ഷണം. ബ്രഹ്മജ്ഞാനത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അഭയമാണ്, ഭയമില്ലാതിരിക്കുക. ഇവിടെ അതുകൊണ്ട് തത്പാദമൂലം അകുതശ്ചിത് ഭയം ഉപസൃതാനാം. ഭഗവാന്റെ പാദമൂലത്തെ ശരണം പ്രാപിക്കുക. ആ പാദങ്ങളെ ആരാണ് മുറുകെ പിടിച്ചിട്ടുള്ളത്? അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് അകുതശ്ചിത് ഭയം, യാതൊരു ഭയവും ഒരിക്കലും ഉണ്ടാവില്ല. ഇത് മഹദത്ഭുതം നവൈ, ഇത് അത്ഭുതമൊന്നും അല്ല എന്നാണ് ഇവിടെ ശ്രീശുകൻ പറയുന്നത്. അത് അവരുടെ അവരുടെ സ്വഭാവമാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പേടിയുമില്ല. കാരണം എന്താണ്? സത്യം സ്വ അനുഭവമായിട്ട് പ്രകാശിച്ച ഒരാൾക്ക് ജീവിച്ചിരിക്കലോ മരിക്കലോ രണ്ടും ഒരുപോലെ തന്നെയല്ലേ? അവരെല്ലാം നേടിക്കഴിഞ്ഞവരാണ്, ഇനി നേടാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ ശരീരം പോകും വരെ ഇനി ഇങ്ങനെ ഭക്തിയിലാണ്ട് അങ്ങനെ ജീവിക്കുക, അതാണ് അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ശ്രീശുകൻ തന്റെ മുന്നിലിരുന്ന് കഥ കേൾക്കുന്ന പരീക്ഷത്തിനെ എന്താണ് വിളിച്ചത്? ഹേ വിഷ്ണു ദത്ത എന്നാണ് വിളിച്ചത്. കാരണം എന്താണ്? ആ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനാണ് ഈ പരീക്ഷത്ത്. ആ കഥ നമ്മൾ ഭാഗവത ആദ്യം തന്നെ നമ്മൾ കേട്ടതാണ് അല്ലെ? പരീക്ഷത്ത് ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ രക്ഷിച്ചത് കൊണ്ടല്ലേ പരീക്ഷത്ത് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ആ പരീക്ഷത്തിന്റെ ജനനം നമ്മൾ ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് അല്ലെ? ആ ഉത്തരയുടെ ഗർഭത്തില് അശ്വത്ഥാമാവ്, ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവാണ് ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. ആ ബ്രഹ്മാസ്ത്രം കൊണ്ടിട്ട് കരിഞ്ഞ് ചാമ്പലായി പോകേണ്ട ആ ഉണ്ണിയെയാണ് ഭഗവാൻ തന്റെ അൻകുഷ്ടമാത്ര വലുപ്പത്തിൽ ഉത്തരയുടെ ഗർഭത്തിൽ കയറി രക്ഷിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ വിഷ്ണുദത്ത എന്നിവിടെ പരീക്ഷിത്ത് എന്നെ വിളിക്കുന്നത് ശ്രീശുക ബ്രഹ്മർഷി. ആരാണോ ഭഗവാന്റെ പാദത്തെ സർവാത്മന ആശ്രയിക്കുന്നത് അവരെ ഭഗവാൻ രക്ഷിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ആ ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുക. ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ആ ദ്രൗപദിയെ രക്ഷിച്ചതായ ഭഗവാനല്ലേ? ആ കൗരവ സഭയില് ആ ദുശാസന് രജസ്വലയായിട്ടുള്ള പാഞ്ചാലിയാണ് ആ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചഴച്ചു കൊണ്ടുവന്ന് ആ കൗരവസഭയിൽ കൊണ്ടുവന്നിട്ട് വിവസ്ത്രയാക്കി, നഗ്നയാക്കി അപമാനിക്കാനല്ലേ ശ്രമിച്ചത്? ആരാ രക്ഷിച്ചത്? ഭഗവാൻ രക്ഷിച്ചില്ലേ? എങ്ങനെയാ രക്ഷിച്ചത്? ചേലമാലാം അനന്താം, അനന്തമായിട്ടുള്ള ചേലമാല നൽകി ആ പാഞ്ചാലിയെ ഭഗവാൻ രക്ഷിച്ചില്ലേ? പിന്നെ കാളിന്തി നദിയിലെ ആ വിഷജലം കുടിച്ചപ്പോൾ മരിച്ച ആ മൃതപ്രായരായിട്ടുള്ള പശുക്കളെയും അതുപോലെ തന്നെ ഗോപന്മാരെയും ഒക്കെ ഭഗവാൻ എങ്ങനെയാണ് രക്ഷിച്ചത്? തന്റെ കടക്കൺ നോട്ടമാകുന്ന അമൃതരശ്മികൾ കൊണ്ട് രക്ഷിച്ചു.
അതുപോലെ കാട്ടുതീ പെട്ടപ്പോൾ ഭഗവാൻ ആ കാട്ടുതീയെ പാനം ചെയ്ത് ഗോപന്മാരെയൊക്കെ രക്ഷിച്ചില്ലേ? തന്റെ ഭക്തന്മാർക്ക് ഒരു പോറല് പോലും ഉണ്ടാകാൻ ഭഗവാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി എന്ന ഭാഗവത മാഹാത്മ്യത്തില് ആദ്യം തന്നെ പറഞ്ഞില്ലേ? ആ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളെ സ്മരിക്കുന്നവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവില്ല. ഭഗവത്പാദങ്ങളെ ആശ്രയിച്ചവർക്ക് മരണം അടുത്തു വന്നാലും ഒരു ഭയവും ഉണ്ടാകില്ല. തനിക്ക് ദ്രോഹം ചെയ്യുന്നവരില് ഒരു ക്രോധവും ഉണ്ടാവില്ല. സർവപ്രാണികളുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്നത് ഒരേ ഒരു ഭഗവാനാണ്. ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മളെ ഏതാപത്തിൽ നിന്നും എല്ലായ്പ്പോഴും നമ്മളെ രക്ഷിക്കും എന്നുള്ള ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഈ ജഡഭരതന്റെ കഥയിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഭഗവാനാണ് നമ്മളെ രക്ഷിക്കുന്നത്. തൈതൈ ഭാവേഹി പരിരക്ഷ്യമാണാനാം എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പിക്കണം. ഇതാണ് നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടത്. ഭഗവാനാണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം ഈശ്വരഭജനം ചെയ്യണം. അങ്ങനെ നിരന്തരം ഈശ്വരഭജനം ചെയ്യാൻ വേണ്ടിയാണ് ഈ മനുതിരുമേനിയെ പോലെയുള്ള മഹാത്മാക്കള് നമ്മളെ കൊണ്ട് ഭാഗവതം വായിപ്പിക്കുന്നതും അതിലുള്ള കഥകൾ അനുസ്മരിപ്പിക്കുന്നതും ഒക്കെ. അങ്ങനെ നമ്മൾ ഭാഗവതം അവസാനം പറഞ്ഞു തരുന്നതാണല്ലോ, അങ്ങനെയാണല്ലോ അല്ലെ? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. അങ്ങനെയുള്ള ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ എപ്പോഴും നമുക്ക് ജപിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് എത്ര എത്ര അവസരങ്ങളാണ് തിരുമേനി തരുന്നതല്ലേ? രാവിലെ നാമജപം, അല്ലെ? ഇടയ്ക്ക് ഇങ്ങനെ നാമജപം നമുക്ക് അറിയാന്നുള്ള എല്ലാവരും ഈ നാമജപത്തിലൊക്കെ പങ്കെടുക്കണം. അപ്പൊ അതിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ആ ഭഗവാനാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഭാഗവത മുത്തച്ഛനായിട്ടുള്ള നമ്മുടെ മള്ളിയൂർ തിരുമേനി, ആ മള്ളിയൂർ തിരുമേനിയുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ഈ ഓൺലൈൻ ഭാഗവത നവാഹ യജ്ഞത്തില്, നവാഹ സത്രത്തില് എനിക്കും ഭാഗവതം വായിക്കാനും നാരായണീയം വായിക്കാനും അതുപോലെ ഭാഗവതത്തിലെ ഈ ഒരു അധ്യായം പറയാന് ഒക്കെ ഒരു അവസരം തന്ന ആ തിരുമേനിയോടുള്ള നന്ദി എത്ര പറഞ്ഞാലും അത് അധികമാവില്ല. ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഇവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിലും ആ ഭഗവത് പാദങ്ങളിലും അർച്ചനാ പുഷ്പങ്ങളായിട്ട് അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായിട്ട് നന്ദി അർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ സദാശിവായേതി സമർപ്പയാമി. ശ്രീ ജഗദംബികായൈ സമർപ്പയാമി. ഹരി ഓം. ഭദ്രകാളി പ്രാദുർഭാവം അത് കുറച്ച് ചുരുങ്ങിയ സമയമാണെന്ന് പറയാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞാല് വിസ്തരിച്ച് തന്നെ അത് വിജയിച്ച് പറഞ്ഞു. വളരെയധികം സന്തോഷം. എന്തായാലും ഈ ചുരുങ്ങിയ സമയത്തിലാണെങ്കിൽ പോലും ഒരു ഭാഗവും വിടാതെ പറയണമെങ്കിൽ സ്റ്റഡീഡ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അത്, അല്ലേ? എന്തായാലും ആ ഒരു ശൈലി, പൊതുവെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലുള്ള പ്രഭാഷണം വളരെയധികം ഗംഭീരമായി. ഇനിയും ധാരാളം അവസരങ്ങള്, അതുപോലെ തന്നെ സത്സംഗങ്ങള്, പാരായണം ചെയ്യാനുള്ള വേദികളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.